എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു നോമ്പുതുറ സ്പെഷ്യൽ ഇറാനി പോളയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് വളരെ നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് 200 ഗ്രാം എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നാരങ്ങ നീരാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ ഇതൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുത്ത ശേഷം 15 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പാനിലേക്ക് വളരെ കുറച്ച് എണ്ണയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വറുത്തെടുക്കാനായിട്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ എടുത്തു വെച്ചിരുന്ന എല്ലാ ചിക്കനും ഈ പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ കുറച്ച് എണ്ണയിലാണ് ഞാനിത് വറുത്തെടുക്കുന്നത്. കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്കിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇത് ഒരുപാടങ്ങ് മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല, എന്നാൽ പാകത്തിനിത് കുക്കായിട്ടുണ്ടാവണം. ഇതിപ്പോൾ എല്ലാം ഒന്നും പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്നും എടുത്തു മാറ്റാം. അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്കി പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇതേ പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ആണ് ഒഴിക്കുന്നത്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 മീഡിയം വലിപ്പത്തിലുള്ള സവാള ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ സവാള ഒന്ന് കുറച്ച് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർക്കാം. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയുമാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ചിക്കൻ മസാല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ചിക്കൻ മസാലയൊന്നും ചേർത്തിട്ടില്ല. 1/2 ടീസ്പൂൺ ഗരം മസാല മാത്രമാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നേരത്തെ വറുത്തെടുത്ത് വെച്ചിരുന്ന ചിക്കൻ ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ ചിക്കനിലേക്ക് ഇനി അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഒരു ബാറ്റർ കൂടി ഒന്ന് തയ്യാറാക്കാനുണ്ട്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് 2 മുട്ടയാണ് ചേർത്തത്. 1/4 ടീസ്പൂൺ ഉപ്പും 1 കപ്പ് മൈദയും 1 കപ്പ് പാലും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. 250 ml കപ്പാണിത്. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് 3/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 1 കപ്പും പിന്നെ 4 ടേബിൾ സ്പൂൺ പാലാണ് നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് ലൂസാവരുത്, അതുപോലെ ഒരുപാട് കട്ടിയിലും ആവാൻ പാടില്ല. ഞാനിവിടെ ഒരു പഴയ പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഈ ഇറാനി പോള തയ്യാറാക്കാനുള്ള പാത്രം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരല്പം എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഈ നോമ്പുതുറയ്ക്കൊക്കെ നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. ഇതിപ്പോൾ നല്ലതുപോലെ എണ്ണയൊക്കെ ഒന്ന് തടവിയ ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ നിന്നും പകുതിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് ഏറ്റവും ചെറിയ തീയിൽ ഒരു 4 മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, ചെറിയ ചെറിയ കുമിളകൾ പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ കൂട്ടാണ് ചേർക്കാനുള്ളത്. ഇവിടെ ഈ ചിക്കൻ്റെ കൂട്ട് ചേർക്കുമ്പോൾ ഒരുപാട് അറ്റത്ത് വരെ ഫില്ല് ചെയ്ത് കൊടുക്കരുത്. ചെറിയൊരു ഗ്യാപ്പ് അറ്റത്ത് ഇട്ടിട്ട് വേണം ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അടുത്ത ലെയറായിട്ട് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ
അത് നല്ലതുപോലെ കവറാകത്തക്ക രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇടണമെന്ന് പറഞ്ഞത്. ഇതുപോലെ അരികിൽ നിന്നും വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അരികിൽ മുഴുവനും ഫില്ല് ചെയ്ത ശേഷം വേണം ഇത് സെൻറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബാറ്റർ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ചിക്കൻ്റെ കൂട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ചേർക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ലെയറിൽ ചിക്കൻ്റെ കൂട്ട് കൂടുതൽ നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ അവസാനം വളരെ കുറച്ച് മാത്രമാണ് ചിക്കൻ്റെ കൂട്ട് വയ്ക്കുന്നത്. ക്യാപ്സിക്കം വട്ടത്തിലരിഞ്ഞതും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഇത് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇതിവിടെ പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടാൻ 30 മിനിറ്റ് എടുത്തു. ഇനി ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിൽ ഒരല്പം എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഇറാനി പൊള ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു വശം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഏറ്റവും ചെറിയ തീയിൽ ഒരു 3-4 മിനിറ്റ് വെച്ചാൽ മതിയാകും. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇറാനി പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തയ്യാറാക്കിയെടുക്കുന്ന സമയത്തിൽ ചിലപ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടായേക്കാം. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നിങ്ങളൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു സ്ക്യൂറോ വെച്ചിട്ടൊന്ന് കുത്തി നോക്കണം. ഇതിൽ മാവ് പറ്റിപ്പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതിയാകും. എനിക്കിവിടെ ഇത് 30 മിനിറ്റ് കൊണ്ടാണ് ഇത് പെർഫെക്റ്റായിട്ട് കുക്കായി കിട്ടിയത്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്